ഇന്ന് നമുക്ക് ക്രൂരമായ പ്രതികാരത്തിന്റെ കഥ പറയുന്ന ഉണ്ണിമുകുന്ദൻ കേന്ദ്ര കഥാപാത്രത്തിലെത്തിയ മാർക്കോ എന്ന മലയാള സിനിമയുടെ കഥ നോക്കിയാലോ? വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് എല്ലാ കൂട്ടുകാരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ മറക്കരുതേ. സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് ഒരു വലിയ ഫാക്ടറിയാണ്. പുറമേ അതൊരു ഫാക്ടറി സെറ്റപ്പ് ആണെങ്കിലും അകത്ത് ഒരുപാട് ഇല്ലീഗൽ ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. ഒരുപാട് പേർ ആ ഒരു ഫാക്ടറിയിലേക്ക് എത്തുന്നത് മദ്യപിക്കുവാൻ വേണ്ടിയിട്ടാണ്. മാത്രമല്ല അവിടെ ബോക്സിംഗ് നടക്കുന്നുണ്ട്. ബോക്സിംഗ് കാണുവാനും അതിൽ ബെറ്റ് വെക്കുവാനും വേണ്ടിയിട്ടാണ് ഒരുപാട് പേർ അവിടേക്ക് വരുന്നത്. എന്നാൽ അവിടെ ബോക്സിംഗ് കാണുവാനായിട്ട് വിക്ടർ എന്നൊരു പയ്യൻ വരും. പക്ഷേ ഈ വിക്ടറിന് ഒരു പ്രശ്നമുണ്ട്. അവന് കണ്ണ് കാണത്തില്ല. വിക്ടറിന്റെ അടുത്തേക്ക് അവന്റെ കൂട്ടുകാരനായി വസീം എത്തുകയാണ്. വസീം അവിടെ വന്നെന്നുള്ള കാര്യം വിക്ടർ തിരിച്ചറിഞ്ഞത് അവന്റെ പെർഫ്യൂമിന്റെ സ്മെല്ല് വെച്ചിട്ടാണ്. അങ്ങനെ ഒരു കഴിവ് ഈ ഒരു വിക്ടറിനുണ്ട്. വിക്ടറിന് ബോക്സിംഗിന്റെ കമന്ററി എല്ലാം പറഞ്ഞു കൊടുക്കുന്നത് വസീമായിരുന്നു. ബോക്സിംഗ് എല്ലാം കണ്ടു കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് വസീമിനെ അവന്റെ ചേട്ടനായ താരിഖ് കോള് ചെയ്യും. എടാ, ഞാൻ പറയുന്ന കാര്യം നീ ഒന്ന് കേൾക്ക് എന്ന് പറയുമ്പോൾ വസീം പറയുന്നത്, കേൾക്കാനൊന്നുമില്ല ചേട്ടാ, എന്തായാലും ആ കാര്യത്തിന് ഞാൻ തയ്യാറല്ല. അവർക്ക് നമ്മുടെ ഫാർമസി കൊടുക്കാനായും പറ്റത്തില്ല. അവരൊരുപാട് ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നവരാണ്. ദൈവത്തിന് നിരക്കാത്ത കാര്യങ്ങളൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവൻ കോളും കട്ട് ചെയ്ത് കളയുന്നു. അപ്പോൾ അതെല്ലാം കേട്ടുകൊണ്ടെന്ന വിക്ടർ ആണെങ്കിൽ എന്താണ് പ്രശ്നമെന്ന് തിരക്കും. അപ്പോൾ വസീം പറയുന്നത്, വസീമിന്റെ ചേട്ടനായ താരിഖിന് കുറച്ച് ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ വസീമിന്റെ പേരിലുള്ള ഫാർമസി ആണെങ്കിൽ മറ്റൊരാൾക്ക് വിൽക്കുവാനായിട്ടും താരിഖ് തീരുമാനിച്ചു. പക്ഷെ അവരാണെങ്കിൽ ഒരുപാട് ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നവരാണ്. അതുകൊണ്ട് തനിക്കതിന് വിൽക്കുന്നതിന് താല്പര്യമില്ല എന്നുള്ള കാര്യം വസീം പറയുന്നു. എന്നാൽ സംസാരിച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് ഈ വിക്ടർ ആണെങ്കിൽ ഒരു കാറിൽ വന്ന് തട്ടി നിൽക്കും. അപ്പോഴാണ് അവനൊരു കാര്യം മനസ്സിലാകുന്നത്, അവന്റെ കൂടെ വസീം ഇല്ല എന്ന്. കാറ് തപ്പി നോക്കിയിട്ട് അതൊരു ഡിഫൻഡർ ആണെന്ന് വിക്ടറിന് മനസ്സിലായി. വസീം കൂടെയില്ല എന്ന് മനസ്സിലാക്കിയ വിക്ടർ ആണെങ്കിൽ വന്ന വഴിയെ തന്നെ വസീമിനെ വിളിച്ച് നടന്നു പോകുമ്പോൾ എന്തിന്റെയോ മുകളിൽ തട്ടി അവൻ താഴെ വീഴും. അത് വസീമായിരുന്നു. വസീമിനെ ആരോ കൊന്നിരിക്കുന്നു. അക്കാര്യം വിക്ടറിന് മനസ്സിലായി. പേടിച്ച വിക്ടർ ആണെങ്കിൽ എഴുന്നേൽക്കുന്ന സമയത്ത് അവനടുത്ത് ആരൊക്കെയോ നിൽക്കുന്ന കാര്യം അവന് മനസ്സിലായി. അതാരെന്നറിയുവാനായിട്ട് മുന്നോട്ട് ചെന്ന് അവൻ ആളിനെ തടവി നോക്കും. അവൻ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ആളിനെ മനസ്സിലാക്കുവാനുള്ള കഴിവുമുണ്ട്. വസീമിനെ കൊന്നു കളഞ്ഞത് റസലും അവന്റെ ടീമുമായിരുന്നു. അടുത്ത ദിവസം വസീമിന്റെ മർഡർ കേസ് അന്വേഷിക്കുവാനായിട്ട് CA ഇബ്രാഹിമും കൂട്ടരും വിക്ടറിനെ കാണുവാനായി എത്തും. നടന്ന സംഭവം എന്താണെന്ന് അന്വേഷിക്കുന്ന സമയത്ത് വിക്ടർ പറയുന്നത്, വന്നവരെന്തായാലും ചെറിയ പുള്ളികളൊന്നുമല്ല. അവർക്ക് ഈ മർഡർ ഒന്നും ചെയ്യുന്നതിന് യാതൊരുവിധ പ്രശ്നവും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. അവർ വളരെ കൂളായിരുന്നു. അവർ വന്ന വണ്ടി ഡിഫൻഡർ ആയിരുന്നുവെന്നും പറയും. അത് കേട്ട ഇബ്രാഹിം ചോദിക്കുന്നത്, അത് നിനക്കെങ്ങനെ മനസ്സിലായി? അപ്പോൾ വിക്ടർ പറയുന്നത്, ആ വണ്ടി ഞാൻ തൊട്ടു നോക്കി. അപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം വിക്ടർ പറയുകയാണ്. അതിനുശേഷം ഇബ്രാഹിം നേരെ എത്തിയത് വസീമിന്റെ ചേട്ടനായ താരിഖിനെ കാണുവാനായിട്ടായിരുന്നു. വസീമിനെ പറ്റി അന്വേഷിക്കുന്ന സമയത്ത് താരിഖ് പറയുന്നത്, അവനെ ഞങ്ങൾക്കാർക്കും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അവന് മോശമായ കൂട്ടുകെട്ടുകളും അങ്ങനെയുള്ള പരിപാടികളും ഒക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് ബെറ്റിംഗ് ഒക്കെ നടത്തി അവൻ ഒരുപാട് കാശ് കളയുമായിരുന്നു. എന്നാൽ അത് കേട്ട ഇബ്രാഹിം ചോദിക്കുന്നത്, വസീമിന്റെ ലാസ്റ്റ് കോള് താരിഖിനല്ലായിരുന്നു. എന്താണ് നിങ്ങൾ തമ്മിൽ സംസാരിച്ചത് എന്ന് ചോദിക്കുമ്പോൾ, അതവൻ എന്നത്തെയും പോലെ കാശ് ചോദിക്കുവാനാണ് വിളിച്ചതെന്നും താരിഖ് പറയുന്നു. അങ്ങനെ ഇരിക്കെ താരിഖിന്റെ വീട്ടിൽ വസീമിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന നടക്കുകയായിരുന്നു. അതിൽ പങ്കെടുക്കുവാനായിട്ട് ഒരുപാട് പേരെത്തിയിരുന്നു. കൂടെ വസീമിന്റെ കൂട്ടുകാരനായി വിക്ടറും ഉണ്ടായിരുന്നു. അതേസമയം അവിടേക്കൊരു ഡിഫൻഡർ വരുന്നത് വിക്ടർ മനസ്സിലാക്കുന്നു. വസീം മരിച്ച ദിവസം അവിടെ ഉണ്ടായിരുന്ന അതേ ഡിഫൻഡർ ആണെന്ന് വിക്ടറിന് മനസ്സിലായി. വന്നവർ റസലും കൂട്ടരും തന്നെയായിരുന്നു. അവരും ഈ താരിഖും തമ്മിൽ എന്തോ ബന്ധമുണ്ടെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാമല്ലോ. മാത്രമല്ല റസൽ നടന്നു പോകുന്ന സമയത്ത് റസലിന്റെ പെർഫ്യൂം ആണെങ്കിൽ വിക്ടറിന് മനസ്സിലാകുന്നു. ഇതേ പെർഫ്യൂം തന്നെയാണല്ലോ അന്ന് മടിച്ചത് എന്നുള്ള കാര്യം വിക്ടർ ചിന്തിക്കും. വിക്ടറിനും ഒരു കാര്യം മനസ്സിലായി, വസീമിനെ കൊന്നവരാണ് ഈ വന്നിരിക്കുന്നത്. അപ്പോൾ അവർക്ക് താരിഖുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നൊക്കെ വിക്ടർ ചിന്തിക്കും. അതിനുശേഷം കാമുകിയായ ഇഷയെ ഫോൺ വിളിക്കുകയാണ് വിക്ടർ. ഇഷ, എനിക്ക് നിന്നോട് കുറച്ച് കാര്യം പറയുവാനുണ്ട്. എനിക്ക് നിന്നെ എത്രയും വേഗം കാണണമെന്നായിരുന്നു വിക്ടർ പറഞ്ഞതും. എന്നാൽ വിക്ടർ സംസാരിക്കുന്നതെല്ലാം റസൽ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. എന്തോ പന്തികേട് തോന്നി റസലാണെങ്കിൽ അവിടെ നിന്നും വിക്ടറിനെ കടത്തിക്കൊണ്ടുപോകും. വിക്ടറിനെ കൊണ്ടുവന്നത് ടോണീസ് കെമിക്കൽസ് എന്നൊരു ഫാക്ടറിയിലേക്കാണ്. അവിടെ കൊണ്ടുവന്നിട്ട് വിക്ടറിനോട് പറയുന്നത്, നിന്റെ കൂട്ടുകാരനില്ലേ, അവൻ എന്റെ ബിസിനസ്സിന് ഒരു തടസ്സമായിരുന്നു. എന്റെ ബിസിനസ് പാർട്ട്ണറാണ് അവന്റെ ചേട്ടനായിട്ടുള്ള താരിഖ്. അവന്റെ ചേട്ടൻ തന്നെയാണ് പറഞ്ഞത് വസീമിനെ കൊന്നുകളയാൻ. നിന്നെ അന്ന് കൊന്നുകളയാത്തതിന് കാരണം നീ ഒരു കുരുടനായതുകൊണ്ടാ. പക്ഷേ ഇന്ന് നീ എന്നെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് എനിക്ക് നീ വേറെ വഴിയില്ല. നിന്നെയും കൊന്നേ പറ്റുമെന്ന് പറഞ്ഞ് വിക്ടറിനെ എടുത്ത് അവിടെയുണ്ടായിരുന്ന ആസിഡിലേക്ക് എറിയുന്നു. അങ്ങനെ വിക്ടർ ആണെങ്കിൽ ഉരുകി തീരുകയാണ്.
അതിനുശേഷം റസലും കൂട്ടരും നേരെ പോകുന്നത് റസലിന്റെ അച്ഛനായ ടോണി ഐസക്കിനെ കാണുവാനായിട്ടായിരുന്നു. ഈ ടോണി ഒരു ഗോൾഡ് സ്മഗ്ലറാണ്. ടോണി പറയുന്നത് ഓരോരുത്തരെയായി കൊന്നൊടുക്കാനേ ഇത് എലിയും പൂച്ചയും ഒന്നുമല്ല. ആദ്യത്തെ കൊലപാതകം കണ്ടുപിടിച്ചത് ഒരു കണ്ണുപൊട്ടൻ ആയതിനാൽ ഇത്തവണ നിങ്ങൾ നടത്തിയ കൊലപാതകത്തിൽ ഡെഡ് ബോഡിയിൽ വീട്ടുകാർക്ക് പോലും കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു തരത്തിലുള്ള കാര്യവും ബാക്കി വെച്ചേക്കരുതെന്നും ടോണി പറയുന്നു. അത് കേട്ട റസൽ പറയുന്നത് ആ ഒരു ഡെഡ് ബോഡി ഞങ്ങൾ ആസിഡിൽ മുക്കിയിട്ട് ബാക്കി വന്നതെല്ലാം ആറ്റിൽ കളയുകയാണ് ചെയ്തതെന്നും റസൽ പറയുന്നു. അപ്പോൾ ടോണി പറയും, ഈ നടന്ന സംഭവമൊന്നും നിന്റെ ചേട്ടനായിട്ടുള്ള സൈറസ് അറിയരുത്. നിനക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും നീ എന്നോട് പറഞ്ഞാൽ മതിയെന്നും ടോണി മകനായ റസലിനോട് പറയുന്നു. അങ്ങനെ അടുത്ത ദിവസം പോലീസിന് കുറച്ച് ശവശരീരത്തിന്റെ അവശിഷ്ടങ്ങളൊക്കെ കിട്ടുകയാണ്. എന്തെന്നാൽ റസലും കൂട്ടുകാരും ആസിഡിൽ മുക്കിയ വിക്ടറിന്റെ ശവശരീരത്തിന്റെ ബാലൻസ് ഭാഗമെല്ലാം ആറ്റിൽ കളഞ്ഞല്ലോ. അതെല്ലാം പോലീസിന് കിട്ടും. പക്ഷെ അത് വെച്ച് അന്വേഷിക്കുന്ന സമയത്ത് ഏകദേശം ഒരു 20-25 വയസ്സ് പ്രായം വരുന്ന പയ്യന്റെ ശരീരാവശിഷ്ടമാണിതെന്നും പോലീസ് കണ്ടെത്തും. പക്ഷെ അതാരാണെന്ന് കണ്ടുപിടിക്കാനുള്ള യാതൊരുവിധ മാർഗവും പോലീസുകാർക്കില്ലായിരുന്നു. അന്വേഷണം വഴിമുട്ടി നിൽക്കുന്ന സമയം ഒരിക്കൽ പോലീസ് സ്റ്റേഷനിലേക്ക് വിക്ടറിന്റെ കാമുകിയായ ഇഷ വരികയാണ്. വിക്ടറിനെ കാണുവാനില്ല എന്ന കംപ്ലൈന്റും അവൾ കൊടുക്കും. CI ഇബ്രാഹിമിന് വിക്ടറിനെ നന്നായിട്ട് അറിയാമായിരുന്നല്ലോ. വസീമിന്റെ കേസന്വേഷണവുമായി ഏറ്റവും കൂടുതൽ സഹകരിച്ചത് വിക്ടർ ആയിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ഇബ്രാഹിമിന് വിക്ടറിനെ നന്നായിട്ട് അറിയാം. വിക്ടറിന്റെ ശവശരീരത്തിന്റെ ഭാഗമാണോ ഈ കിട്ടിയത് എന്ന സംശയം ഇബ്രാഹിമിനുണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ വിക്ടറിന്റെ ചേട്ടനായ ജോർജിന്റെ DNA മാച്ച് ചെയ്ത് നോക്കുന്ന സമയത്ത് കിട്ടിയ ശവശരീരത്തിന്റെ ഭാഗം വിക്ടറിന്റേതാണെന്ന് പോലീസുകാർ കൺഫേമും ചെയ്തു. അതിനുശേഷം കാണിക്കുന്നത് ജോർജിന്റെ വീടാണ്. അവിടെ സഹോദരങ്ങളെല്ലാം ചേർന്ന് 4 പേരാണുള്ളത്. എന്നാൽ ഇതിൽ 3 പേർ തമ്മിലാണ് ബ്ലഡ് റിലേഷൻ ഉള്ളത്. മൂത്തത് ജോർജ്, രണ്ടാമത്തത് സഹോദരിയായ ആൻസി, മൂന്നാമത്തത് അനിയനായിട്ടുള്ള വിക്ടർ. ഈ വിക്ടറാണ് ഇപ്പോൾ മരിച്ചുപോയത്. എന്നാൽ നാലാമൻ ആരെന്നാൽ ഈ ജോർജിന്റെ അച്ഛനായിട്ടുള്ള പീറ്ററിന് ഒരു ദത്തുപുത്രനുണ്ട്. അതാണ് നമ്മുടെ കഥാനായകനായ മാർക്കോ. ആ വീട്ടിൽ മാർക്കോയോട് ഒത്തിരിയെങ്കിലും സ്നേഹമുള്ളത് ജോർജിനും വിക്ടറിനുമായിരുന്നു. അവർ രണ്ടുപേരും മാർക്കോയെ സ്വന്തം സഹോദരനെ പോലെയാണ് കാണുന്നതും. എന്നാൽ ഈ ആൻസിയും ബാക്കിയുള്ള കുടുംബക്കാരും മാർക്കോയെ പീറ്ററിന്റെ ദത്തുപുത്രനായിട്ടോ അല്ലെങ്കിൽ അവിഹിത സന്തതിയായിട്ടോ ഒക്കെയാണ് കണ്ടിരുന്നതും. അതുകൊണ്ട് അവർക്കൊന്നും മാർക്കോയോട് വലിയ സ്നേഹമൊന്നുമില്ല. ജോർജും വിക്ടറും മാർക്കോയ്ക്ക് വേണ്ടി എന്ത് ചെയ്യും, അത്രയും സ്നേഹമാണ് അവർക്ക് മാർക്കോയോടും. അതുപോലെ തന്നെയാണ് മാർക്കോയ്ക്കും. അതുകൊണ്ട് തന്നെ തന്റെ കുടുംബത്തിനു വേണ്ടി എന്ത് ചെയ്യാനും മാർക്കോ തയ്യാറാണ്. തന്റെ കുടുംബത്തിനും തന്റെ സഹോദരങ്ങൾക്കും വേണ്ടിയിട്ട് മാർക്കോ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ കാരണം ഒരുപാട് തവണ പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ മാർക്കോയെ നന്നാക്കുവാൻ വേണ്ടിയിട്ട് ജോർജ് അവനെ എൻഗേജ്മെന്റ് ഒക്കെ നടത്തി ഇപ്പോൾ ഇറ്റലിയിലേക്ക് പറഞ്ഞു വിട്ടിരിക്കുകയാണ്. ജോർജിന് ഗോൾഡ് സ്മഗ്ലിംഗ് ഒക്കെയുണ്ട്. കൂടാതെ ഗോൾഡ് സ്മഗ്ലിംഗ് സിൻഡിക്കേറ്റിന്റെ ഹെഡ് കൂടിയാണ് ജോർജ്. അങ്ങനെ വിക്ടറിന്റെ മരണാനന്തര ചടങ്ങിലൊക്കെ പങ്കെടുക്കുവാനായിട്ട് മാർക്കോയും എത്തും. അവന് ആ സങ്കടം താങ്ങാനായി പറ്റുന്നില്ല. കാരണം വിക്ടർ എന്ന് വെച്ചാൽ മാർക്കോയ്ക്ക് ജീവനാണ്. മാത്രവുമല്ല ആ കുടുംബത്തിലുള്ള കുഞ്ഞു കുട്ടികൾക്കൊക്കെ മാർക്കോ ഒരു സൂപ്പർ ഹീറോയാണ്. കുടുംബത്തിൽ എന്ത് തന്നെ പ്രശ്നമുണ്ടായാലും കുടുംബത്തിലുള്ളവരെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് മാർക്കോ മുന്നിൽ തന്നെ ഉണ്ടാകും. പിന്നീട് കുറച്ചുനാൾ മുൻപ് നടന്നൊരു സംഭവമാണ് കാണിക്കുന്നത്. ഒരിക്കൽ ജോർജിനെ ലോക്കൽ റൗഡിയായിട്ടുള്ള ജോണി ഫോൺ വിളിക്കുകയാണ്. എന്നിട്ട് പറയുന്നത്, എനിക്ക് കുറച്ച് കാശിന് ആവശ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാനൊരു പണ്ടം അങ്ങ് പണയം വെച്ച് കാശ് വാങ്ങാമെന്ന് തീരുമാനിച്ചു. പണ്ടം ഏതാണെന്ന് അറിയണ്ടേ? നിന്റെ സഹോദരൻ, നിന്റെ അനിയനെ ദേ എന്റെ പട്ടിക്കൂടിൽ കിടക്കുകയാ. 916 സ്വർണ്ണമടിച്ച് എന്റെ കയ്യിൽ കൊണ്ടുവന്ന് തരണം. ഇല്ല എന്നുണ്ടെങ്കിൽ നിന്റെ അനിയൻ എന്റെ പട്ടികൾക്ക് ആഹാരമാണെന്ന് പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്യും. അത് കേട്ട് പേടിച്ച ജോർജ് ആണെങ്കിൽ ഉടനെ തന്നെ വിക്ടറിനെ അന്വേഷിച്ചു പോകും. പക്ഷെ വിക്ടർ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ആരെ ആയിരിക്കാം ജോണി കടത്തിക്കൊണ്ടു പോയത് എന്ന് ചിന്തിക്കുകയാണ് ജോർജ്. മറ്റാരെയുമല്ല, മാർക്കോയായിരുന്നു കടത്തിക്കൊണ്ടു പോയത്. മാർക്കോ ഇപ്പോൾ ജോണിയുടെ പട്ടിക്കൂട്ടിൽ കിടക്കുകയാണ്. എന്നാൽ മാർക്കോ എന്താണ് ചെയ്യുക? ജോണിയുടെ പട്ടികളുടെ വായാണെങ്കിൽ വലിച്ചു കീറുകയാണ് ചെയ്യുന്നത്. നിനക്കൊക്കെ ആള് മാറിപ്പോയടാ എന്ന് പറഞ്ഞ് മാർക്കോ അവരെ എല്ലാവരെയും തല്ലും. അതിനുശേഷം പ്രസന്റ് ആണ് കാണിക്കുന്നത്. വിക്ടറിന്റെ മരണാനന്തര ചടങ്ങുകൾ നടക്കുകയാണ്. അതിൽ പങ്കെടുക്കുവാനായിട്ട് ടോണിയും മകനായ റസലും ഒക്കെ ഉണ്ടായിരുന്നു. കൂടാതെ ഗോൾഡ് സ്മഗ്ലിംഗ് സിൻഡിക്കേറ്റിലെ അംഗങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു. അവിടേക്ക് കടന്നു വരികയാണ് മാർക്കോ. എന്നിട്ട് മാർക്കോ അവിടുത്തെ മൈക്കിലൂടെ പറയും, എന്റെ അനിയൻ വിക്ടറിനെ കൊന്നവരെ എല്ലാം ഞാൻ കൊല്ലും. അവരുടെ ചോര കൊണ്ട് ഞാൻ അവനെ കുളിപ്പിക്കുമെന്നും പറയുന്നു. മാർക്കോയ്ക്ക് അത്രയ്ക്കും വൈരാഗ്യമുണ്ടായിരുന്നു. പിന്നീട് കാണിക്കുന്നത് ഗോൾഡ് സ്മഗ്ലിംഗ് സിൻഡിക്കേറ്റിന്റെ മീറ്റിംഗ് ആണ്. അതിൽ പങ്കെടുക്കുവാനായിട്ട് ടോണിയും റസലും ജോർജും എല്ലാവരും ഉണ്ടായിരുന്നു. ഈ ജോർജ് അതിന്റെ ഹെഡ് ആയതിനാൽ എല്ലാവർക്കും ജോർജിനോട് നല്ല അസൂയുണ്ട്.
ജോർജിനോട് അവർക്കൊക്കെ നല്ല ദേഷ്യവും അസൂയയും ഉണ്ടെന്നുള്ള കാര്യം ജോർജിന് നന്നായി അറിയാം. എന്നാൽ ടോണി പറയുന്നത് കണ്ണ് കാണാത്ത ആ ഒരു പാവം പയ്യനെ ആസിഡിൽ മുക്കി കൊല്ലുവാനുള്ള ഒരു പ്രതികാരവും ഇവിടെയുള്ള ആർക്കുമില്ല. പിന്നെ അവനെ കൊന്നത് ആരായാലും നമ്മൾ കണ്ടെത്തും, അതിന് നമ്മളും നിങ്ങളോടൊപ്പം ഉണ്ടെന്ന് ജോർജിനോട് പറയുന്നു. എന്നാൽ അത് കേട്ട ജോർജ് പറയുന്നത് കൊലയാളിയെ കണ്ടുപിടിക്കാൻ എനിക്ക് ആരുടെയും സഹായത്തിന്റെ ആവശ്യമില്ല എന്നായിരുന്നു ജോർജ് പറഞ്ഞതും. എന്നിട്ട് ടോണി തന്റെ മകനായിട്ടുള്ള റസലിനെ പരിചയപ്പെടുത്തി. ഇനി മുതൽ എന്റെ ബിസിനസിന്റെ കാര്യങ്ങളെല്ലാം നോക്കാൻ പോകുന്നത് ഇവനാണെന്ന് പറഞ്ഞു. അതേസമയം തന്നെ അവിടേക്ക് മാർക്കോ കടന്നു വരികയാണ്. അപ്പോൾ ടോണിയാണെങ്കിൽ വീണ്ടും ഒരു ബുദ്ധി പ്രയോഗിക്കും. വിക്ടറിനെ കൊന്ന കൊലയാളിയെ കണ്ടെത്തുവാനായിട്ട് ഈ മാർക്കോയും ജോർജും എല്ലാം ശ്രമിക്കുന്നുണ്ടല്ലോ. ആ ഒരു കൂട്ടത്തിൽ റസലും കാണും. കൊലയാളിയെ കണ്ടെത്തിയാൽ ഇവൻ ഉടനെ തന്നെ കൊന്നു കളയുമെന്നും ടോണി പറയുമ്പോൾ മാർക്കോ പറയുന്നത് കൊല്ലുവാൻ ആരെ കൊണ്ടും പറ്റും, പക്ഷേ മരണത്തിന് അപ്പുറം ഒരു ശിക്ഷയുണ്ട്, അതവന് കൊടുക്കണമെന്നും മാർക്കോ പറയുന്നു. എന്നാൽ ഈ ടോണിയുടെ ഉദ്ദേശം എന്തെന്നാൽ മാർക്കോയ്ക്കൊപ്പം റസലിനെ ചേർത്തിട്ട് അന്വേഷണം എങ്ങനെ പോകുന്നുണ്ടെന്നുള്ള കാര്യം കണ്ടെത്തണമല്ലോ. എന്നിട്ട് ടോണിക്കൊക്കെ എതിരായിട്ടാണ് തെളിവുകളെല്ലാം വരുന്നതെങ്കിൽ അത് ഈ റസലിനെ കൊണ്ട് നശിപ്പിക്കുക. അത് തന്നെയായിരുന്നു ടോണിയുടെ ഉദ്ദേശവും. പോലീസുകാർ അവരുടെ രീതിക്കും ജോർജിന്റെ രീതിക്കും അന്വേഷിക്കുവാനായും ആരംഭിച്ചു. പിന്നെ മാർക്കോയും റസലിന്റെ ടീമും ഒരു ടീമായി ചേർന്ന് അവരും അന്വേഷിക്കുകയാണ്. ജോർജ് ആണെങ്കിൽ തനിക്ക് സംശയമുള്ള എല്ലാ ഗുണ്ടകളെയും കൊന്നുകളയുകയും ഒക്കെ ചെയ്യും. എന്നാൽ മാർക്കോയാണെങ്കിൽ വിക്ടറിനെ കൊന്നവരെയൊക്കെ അന്വേഷിച്ച് ഒരു തെളിവൊക്കെ കണ്ടുപിടിക്കാറായി എത്തുന്ന സമയത്ത് ഈ റസലും കൂട്ടരും ചേർന്ന് അതെല്ലാം അവിടെ നിന്ന് ഉടനടി തന്നെ മായ്ച്ചു കളയുകയാണ് ചെയ്യുന്നത്. എന്തെങ്കിലും ഒരു ലീഡ് മാർക്കോയ്ക്ക് കിട്ടുന്ന സമയത്ത് അത് ഉടനടി തന്നെ റസലും ടീമും നശിപ്പിച്ചു കളയും. അത് കാരണം മാർക്കോയ്ക്കാണെങ്കിലും വിക്ടറിന്റെ കൊലയാളിക്ക് അടുത്ത് എത്താനേ പറ്റുന്നില്ല. കൊലയാളി ആരാ? കൂടെയുള്ള റസല് തന്നെ. റസലും കൂട്ടരും ടോണിക്കടുത്തെത്തി. ഇനി അടുത്തതെന്തെന്ന് അവർ പ്ലാൻ ചെയ്യുകയാണ്. അപ്പോൾ റസൽ പറയുന്നത് ഇത്രയും കഷ്ടപ്പെടേണ്ട കാര്യമുണ്ടോ, എല്ലാത്തിനും നമുക്കങ്ങ് കൊന്നു കളഞ്ഞാലോ എന്ന് ചോദിക്കുമ്പോൾ ടോണി പറയുന്നത് അവരെ കൊന്നതുകൊണ്ട് നമുക്ക് വലിയ ബെനിഫിറ്റ് ഒന്നുമില്ല, പക്ഷെ അവരെ തകർക്കണമെങ്കിൽ കേരളത്തിൽ മൊത്തമായിട്ട് അവർ റീറ്റെയിലായിട്ടും ഹോൾസെയിലായിട്ടും ചെയ്യുന്ന സ്വർണം എല്ലാം നമുക്ക് കിട്ടണം. അതിന് ഞാനൊരു ഐഡിയ പറയാം. നാളെ കേരളത്തിലേക്ക് 120 കിലോ സ്വർണം എത്തുന്നുണ്ട്. 30 കിലോ വീതമുള്ള 4 പാർട്ടാണ്. ഫസ്റ്റ് പാർട്ട് ജോർജിന്റേത്, സെക്കൻഡ് പാർട്ട് ചാക്കോയുടേത്, തേർഡ് പാർട്ട് സൽമാന്റേത്, നാലാമത്തേത് തൃശൂരുള്ള നമ്പ്യാരുടേത്. 30 കിലോ സ്വർണം ദുബായിൽ നിന്ന് കയറുമ്പോൾ നമ്മൾ ഒറ്റണം. കസ്റ്റംസിലെ ജോൺ സാറിനെ വിളിച്ച് പറയണമെന്ന് ദേവിനോടും ടോണി പറഞ്ഞു. പിടിച്ചെടുത്ത 30 കിലോ സ്വർണം ജോർജിന്റെയാണെന്ന് ജോർജിനോട് പറയണം. എന്നാൽ നമ്പ്യാരോട് പിടിച്ചെടുത്ത സ്വർണം നമ്പ്യാരുടേതാണെന്ന് പറയണം. സൽമാനോടും ചാക്കോയോടും അവരുടെ സ്വർണമാണെന്നും പറയണം. അപ്പോൾ ബാക്കിയുള്ള 90 കിലോ സ്വർണം നമുക്ക് സ്വന്തം. അങ്ങനെ പറഞ്ഞതുപോലെ എല്ലാം നടന്നു. അടുത്ത ദിവസം മീറ്റിംഗിൽ ജോർജ് പറയുന്നത് എല്ലാവരുടെയും സ്വർണം ഒരുമിച്ച് പിടിച്ചെടുത്തെങ്കിൽ ആരോ ഒറ്റിയതാകണം. ഇവിടെ എല്ലാവർക്കും ആവശ്യത്തിനുള്ള കച്ചവടമുണ്ട്, ഇവിടെ ആര് ചെയ്യാനെന്ന് ടോണി പറയുമ്പോൾ അത് കണ്ടെത്താനേ ജോർജിനധികം സമയമൊന്നും വേണ്ട. നമ്മുടെ കൂടെയുള്ളവനാണ് ഇതിന് പിന്നിലെങ്കിൽ അവൻ അടുത്ത സൂര്യോദയം കാണില്ലെന്ന് ജോർജ് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. കൂടെ കാറിൽ കയറിയ റസലിന്റെ കൂട്ടാളിയായ ദേവാണെങ്കിൽ ഞാനാണ് ഒറ്റിയത് എന്ന് പറഞ്ഞ് ജോർജിനെ കുത്തും. ജോർജ് ആണെങ്കിൽ ഹോസ്പിറ്റലിലുമായി. ഒരേ സ്ഥലത്ത് തന്നെ ഒരുപാട് തവണ കുത്തിയതിനാൽ എന്നാൽ ജോർജ് ഒരുവിധം കഷ്ടപ്പെട്ടാണ് രക്ഷപ്പെട്ടതും. ടോണി മാർക്കോയ്ക്ക് അടുത്ത് എത്തിയിട്ട് ദേവാണ് ഇതിന് പിന്നിൽ, അവനാണ് ജോർജിനെ കുത്തിയതും മാത്രമല്ല ഗോൾഡിന്റെ കാര്യം ഒറ്റക്കൊടുത്തതും അവനാണെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. മാർക്കോയ്ക്കാണെങ്കിൽ ആകെ ദേഷ്യം. തിരികെ കാറിൽ വന്ന ടോണിയാണെങ്കിൽ കാറിന്റെ ബാക്ക് സീറ്റിലിരിക്കുന്ന ദേവിനെ കാണുന്നു. നിന്നെ കൊണ്ട് ഇതൊന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ പിന്നെ ചെയ്യാനായിട്ട് പോകരുതെന്ന് പറഞ്ഞ് അവനിട്ട് 2-3 ഇടി കൊടുക്കും. എന്നിട്ട് പറയുന്നത് ഇനി നീ ഈ ഒരു കാര്യത്തിലൊന്നും ഇറങ്ങണ്ട, ഇനി നീ അണ്ടർ കവർ ഓപ്പറേഷനിൽ നിന്നാ മതിയെന്നും ദേവിനോട് പറയുന്നു. മറ്റൊരു വശത്ത് CI ആയിട്ടുള്ള ഇബ്രാഹിമിനെ കാണുവാനായിട്ട് ഒരു യൂട്യൂബർ ആയിട്ടുള്ള രാജ് വരികയാണ്. രാജ് പറയുന്നത് ആ ഒരു ഫാക്ടറിയിൽ ഒരുപാട് ഇല്ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അത് അന്വേഷിക്കുവാനായിട്ട് ഞാൻ അവിടെ ഒരു ഒളിക്യാമറ വെച്ചിരുന്നു. അത് 2 ആഴ്ച കഴിഞ്ഞ് ചെന്ന് എടുത്തു നോക്കിയപ്പോൾ അതിൽ കണ്ട കാഴ്ച എന്നെ ഞെട്ടിക്കുന്നതായിരുന്നു എന്ന് പറഞ്ഞ് അതിലെ ദൃശ്യങ്ങളെല്ലാം കണ്ട് ഞാൻ ഞെട്ടിപ്പോയി എന്ന് പറയുന്നു. എന്തെന്നാൽ വിക്ടറിനെ അവരെല്ലാവരും ചേർന്ന് ആസിഡിൽ എറിഞ്ഞു കൊന്നില്ലേ, അതെല്ലാം രാജിന്റെ ക്യാമറയിൽ പതിഞ്ഞിരുന്നു. അതെല്ലാം ഇബ്രാഹിമിനെ ഏൽപ്പിക്കുന്നു. ഇബ്രാഹിം ആണെങ്കിൽ അതെല്ലാം തന്റെ ഉയർന്ന ഉദ്യോഗസ്ഥനെ ഏൽപ്പിക്കും. എന്നാൽ ഉയർന്ന ഉദ്യോഗസ്ഥനാണെങ്കിൽ അതെല്ലാം വാങ്ങിവെച്ചിട്ട് ഇബ്രാഹിമിനെ അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ് ചെയ്തതും. എന്നാൽ അടുത്ത ദിവസം തന്നെ ഇബ്രാഹിമിനെയും രാജിനെയും റസലും കൂട്ടനും ചേർന്ന് കൊന്നു കളഞ്ഞിരുന്നു. പക്ഷെ ആ കാര്യങ്ങളെല്ലാം മാർക്കോയും ജോർജും അറിഞ്ഞിരുന്നു. എങ്ങനെയെന്നാൽ അവിടെയാണ് കഥയിൽ ഒരു ട്വിസ്റ്റ്. കൊല്ലപ്പെടുന്നതിന് മുൻപ് തന്നെ ഇബ്രാഹിം ആണെങ്കിൽ ജോർജിന്റെ ഫാമിലി ഡോക്ടറിനെ കാണും. എന്നിട്ട് ആ ഒരു യൂട്യൂബർ ആയിട്ടുള്ള രാജ് കൊടുത്ത ആ ഒരു തെളിവുണ്ടല്ലോ, അതിന്റെ ഒരു കോപ്പിയാണെങ്കിൽ ഡോക്ടറിനെ ഏൽപ്പിച്ചിട്ട് എനിക്ക് എന്റെ ബാക്കിയുള്ള ഉദ്യോഗസ്ഥരെ ആരെയും വിശ്വാസമില്ല, അതുകൊണ്ടാണ് ഞാനിത് നിങ്ങളെ ഏൽപ്പിക്കുന്നത്, എത്തിക്കേണ്ടവരുടെ കയ്യിൽ ഇത് എത്തിക്കണമെന്ന് പറഞ്ഞിരുന്നു. ആ തെളിവുകളെല്ലാം ഡോക്ടർ ജോർജിനെ ഏൽപ്പിക്കുന്നു.
കാഴ്ചകളെല്ലാം കണ്ട് ജോർജ് തകർന്നു പോകും. ജോർജ് ഉടനെ തന്നെ മാർക്കോയെ വിളിച്ചിട്ട് നമ്മളെ എല്ലാവരും ചേർന്ന് ചതിക്കുകയായിരുന്നു, വസീമിന്റെയും വിക്ടറിന്റെയും മരണത്തിന് ഉത്തരവാദി ആ റസലാണെന്ന് പറയും. എന്നാൽ അതെല്ലാം റസലിനടുത്തിരുന്നായിരുന്നു മാർക്കോ കേട്ടതും. മാർക്കോയ്ക്കാണെങ്കിൽ ദേഷ്യം വരികയാണ്. പക്ഷെ റസലും കൂട്ടരും എന്തു ചെയ്തു? മാർക്കോയെ അങ്ങ് പിടിച്ച് കെട്ടിയിടും. എന്നിട്ട് അവനെ കുഴി കുത്തി മൂടുവാനായി നോക്കും. അതിനിടയ്ക്ക് മാർക്കോയുടെ ഏറ്റവും അടുത്ത സുഹൃത്തിന്റെ കൈയും അവന്റെ മുന്നിൽ വെച്ച് വെട്ടിക്കളയുകയാണ് ചെയ്യുന്നത്. ആ കാഴ്ചകളൊന്നും മാർക്കോയ്ക്ക് താങ്ങാനായില്ല. ഒരുവിധം മാർക്കോ തന്റെ കയ്യിലും കാലിലും ഉണ്ടായിരുന്ന കെട്ടൊക്കെ അഴിച്ചു കളയും. അതിനുശേഷം ഓരോരുത്തരെയായി അവൻ കൊന്നു കളയുന്നു. ഓരോരുത്തരെയും വളരെ ക്രൂരമായിട്ടാണ് മാർക്കോ കൊന്നു കളയുന്നതും. അവസാനം റസലിനടുത്തേക്കാണ് വരുന്നത്. എന്നാൽ അപ്പോഴേക്കും റസൽ പറയുന്നത്, നിന്റെ അനുജന്റെ ജീവൻ ഇപ്പോഴും ഞങ്ങളുടെ കയ്യിലാണെന്ന് പറയുന്നു. അവിടെയാണ് കഥയിൽ മറ്റൊരു ട്വിസ്റ്റ്. എന്തെന്നാൽ വിക്ടർ പ്രണയിച്ചിരുന്ന ഇഷയുണ്ടല്ലോ, ഇഷ ഇപ്പോൾ പ്രഗ്നന്റ് ആണ്. എന്നാൽ അവളെ ടോണി കടത്തിക്കൊണ്ട് പോയിട്ടുണ്ട്. അപ്പോഴേക്കും മാർക്കോയ്ക്ക് ഒരു കോൾ വരും. നിന്റെ അനുജന്റെ ജീവനും എന്റെ മകന്റെ ജീവനും ഇപ്പോൾ നിന്റെ കയ്യിലാ. എന്റെ മകന് ഒരു പോറലും ഏൽക്കാതെ എന്റെ അടുത്ത് എത്തിച്ചാൽ നിന്റെ അനുജന്റെ ജീവൻ ഒരു പോറലും ഏൽക്കാതെ ഞാൻ നിന്റെ അടുത്തേക്കും എത്തിക്കുമെന്നും ടോണി പറയുന്നു. അങ്ങനെ റസലിനെ വിട്ടുകൊടുക്കുവാനായിട്ട് മാർക്കോ തീരുമാനിക്കും. പക്ഷേ റസലിനെ വിട്ടുകൊടുത്തിട്ടും ടോണിയാണെങ്കിൽ ഇഷയെ വിട്ടു തന്നില്ല. പകരം അവരുടെ ഡീല് വെക്കും. എന്തെന്നാൽ ജോർജിന്റെ മുഴുവൻ സ്വത്ത് അവർക്ക് വേണമെന്നായിരുന്നു ആവശ്യം. ജോർജ് പറയുന്നത്, എന്ത് കൊടുത്തിട്ടായാലും ഇഷയെ നമുക്ക് രക്ഷിക്കണം. വിക്ടറിന്റെ ജീവന അവളുടെ വയറ്റിൽ വളരുന്നത്. എന്ത് വില കൊടുത്തും ഇഷയെ നമുക്ക് രക്ഷിക്കണമെന്നും പറയുന്നു. എന്നാൽ ഈ മാർക്കോ ചെയ്യുന്നത് എന്തെന്നാൽ ദേവിനെയാണ് അവൻ കടത്തിക്കൊണ്ടു പോകുന്നത്. ഒരു കണ്ടെയ്നറിനുള്ളിൽ അടച്ചിടുന്നു. നിനക്ക് 1 മണിക്കൂർ സമയം തരാം. ഇഷയെ എവിടെയാണ് കടത്തിക്കൊണ്ടു പോയിരിക്കുന്നതെന്ന് നീ പറയണം. ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിനുള്ളിൽ കിടന്ന് നീ ശ്വാസം മുട്ടി മരിക്കുമെന്നും മാർക്കോ പറയുകയാണ്. എന്നാൽ ആദ്യമൊന്നും ദേവ് പറയുവാനായി കൂട്ടാക്കിയില്ല. ഒടുവിൽ ആ കണ്ടെയ്നറിനുള്ളിൽ കിടന്ന് അനുഭവിക്കുവാനായി തുടങ്ങിയപ്പോൾ ടോണിയുടെ ഗസ്റ്റ് ഹൌസിലാണ് ഇഷയെ കടത്തിക്കൊണ്ടുപോയി വെച്ചിരിക്കുന്നതെന്ന കാര്യം ദേവ് തുറന്നു പറയുന്നു. ദേവിനെ വെറുതെ വിടണമെന്ന് അവൻ പറഞ്ഞിട്ട് പോലും മാർക്കോ അത് കേട്ടില്ല. ആ ഒരു കണ്ടെയ്നർ പൊട്ടിത്തെറിക്കുകയും ദേവിന്റെ ശരീരഭാഗങ്ങൾ ഓരോന്നോരോന്നായി പുറത്തേക്ക് ചിതറുവാനായും തുടങ്ങി. അതിനുശേഷം മാർക്കോ നേരെ പോയത് ടോണിയുടെ ഗസ്റ്റ് ഹൌസിലേക്കായിരുന്നു. അവിടെ ടോണിയുടെ ഗുണ്ടകളാണെങ്കിലോ മാർക്കോയെ കാത്തു നിൽക്കുന്നുണ്ട്. മാർക്കോയെ അവർ തല്ലുവാനായി ശ്രമിക്കും. എന്നാൽ മാർക്കോയാണെങ്കിൽ അവരെ ഓരോരുത്തരെയും കൊന്നിട്ടാണ് മുകളിൽ ടോണിയുടെ അടുത്തേക്ക് ചെല്ലുന്നതും. എന്നാൽ അവിടെ ഇഷയില്ലായിരുന്നു. ടോണി പറയുന്നത്, ഞാൻ വരച്ച അതേ വരയിലൂടെ തന്നെയാണ് നീ ഇപ്പോഴും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം എന്റെ പ്ലാനായിരുന്നു. ദേവിനെ കൊന്നിട്ട് നീ ഇവിടെ എത്തുമെന്നും എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ നിന്റെ കുടുംബത്തിലെ 2 ജീവനുകളും ഇപ്പോൾ എന്റെ കൈവശമില്ല. ഞാൻ പറഞ്ഞതുപോലെ ജോർജിന്റെ എല്ലാ സ്വത്തുക്കളും എന്റെ കൈവശം എത്തിയാൽ മാത്രം നിന്റെ കുടുംബത്തിലെ 2 ജീവനുകളെയും സേഫായിട്ട് ഞാൻ നിനക്ക് വിട്ടുതരാം. ഞാൻ പറഞ്ഞ കാര്യം നീ റസലിനെ കൊണ്ടുവന്ന് ഏൽപ്പിക്കേ. അവന്റെ കൈവശം നിന്റെ കുടുംബത്തിലെ ഇഷയുണ്ട്. എന്നിട്ട് അവിടെ നിന്നും അവളെ നീ കൂട്ടിക്കൊണ്ടു പൊയ്ക്കോ എന്നും പറഞ്ഞ് റസലുള്ള സ്ഥലം മാർക്കോയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ മാർക്കോ ഒരു പെട്ടിയുമായി റസലിനടുത്തേക്ക് പോകും. പെട്ടി റസലിനെ ഏൽപ്പിക്കുന്നു. പെട്ടി കണ്ടതും റസലിന് ഒരുപാട് സന്തോഷമായി. പക്ഷേ ആ പെട്ടി തുറന്നു നോക്കുന്ന സമയത്താണ് അവിടെ ഒരു ട്വിസ്റ്റ്. എന്തെന്നാൽ പെട്ടിക്കുള്ളിൽ ഉണ്ടായിരുന്നത് ടോണിയുടെ കൈയായിരുന്നു. മാർക്കോ ആ കൈയങ്ങ് വെട്ടിയെടുത്തിരുന്നു. അതാണിപ്പോൾ പെട്ടിയിലാക്കി കൊണ്ടുവന്ന് മകന് കൊടുത്തിരിക്കുന്നതും. മാർക്കോ പറയും, നിന്റെ അച്ഛന്റെ കൈ വെട്ടിയിട്ട് അധിക നേരമൊന്നും ആയില്ല. വേഗം കൊണ്ടുപോയാൽ തുന്നിച്ചേർക്കാം. ഇഷ എപ്പോൾ സേഫായി എന്റെ കാറിൽ വന്ന് കയറുന്നോ അപ്പോൾ നിന്റെ അച്ഛനുള്ള ലൊക്കേഷൻ ഞാൻ നിനക്ക് പറഞ്ഞു തരാമെന്ന് മാർക്കോ പറയുന്നു. പറഞ്ഞതുപോലെ തന്നെ ഇഷ സേഫായിട്ട് മാർക്കോയുടെ വണ്ടിയിൽ വന്ന് കയറി. മാർക്കോയും പറഞ്ഞതുപോലെ ചെയ്തു. ടോണിയുള്ള ലൊക്കേഷൻ റസലിന് അയച്ചു കൊടുത്തു. എന്നാൽ റസൽ അവിടെ വന്നു നോക്കിയപ്പോൾ കണ്ട കാഴ്ച മാർക്കോ ടോണിയെ വലിയൊരു ഊരാ കുടുക്കിനുള്ളിലാണ് പെടുത്തിയിരിക്കുന്നത്. അനങ്ങിയാ പോലും അത് ടോണിക്ക് ആപത്ത്. തലയുടെ മുകളിലായിട്ട് ആസിഡ് വന്ന് വീഴും പോലെയൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നു. ഒരുപാട് അവർ രക്ഷിക്കാൻ നോക്കി, പക്ഷെ നടന്നില്ല. അവിടെ ഉണ്ടായിരുന്ന ടൈം ബോംബ് പൊട്ടി ടോണി മരണപ്പെടുകയും ചെയ്തു. റസലിന്റെ കൺമുന്നിൽ വെച്ചാണ് അതൊക്കെ നടന്നതും. റസൽ അവിടെ നിന്ന് നേരെ പോകുന്നത് റസലിന്റെ ചേട്ടനായ സൈറസിനെ കാണുവാനായിട്ടാണ്. ഈ സൈറസ് യഥാർത്ഥത്തിൽ ആരെന്നാൽ ടോണിക്ക് അവിഹിത ബന്ധത്തിൽ ജനിച്ച മകനാണ്. ടോണിയുടെ മൂത്ത മകൻ. സൈറസിനെ ചെന്ന് കാണുന്ന റസലാണെങ്കിൽ നടന്ന കാര്യങ്ങളെല്ലാം തുറന്നു പറയും. ഈ സൈറസ് ഒരു ഇറച്ചിവെട്ടുകാരനാണ്. അതെല്ലാം കേട്ട് സൈറസിന് വല്ലാത്ത ദേഷ്യം. മാർക്കോയും കുടുംബത്തെയും പറ്റിയൊക്കെ സൈറസ് അന്വേഷിക്കും. മാർക്കോയുടെ കുടുംബത്തെ മുഴുവൻ തീർത്തു കളയുവാനായിട്ടുള്ള പ്ലാനായിരുന്നു സൈറസിന്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം രാത്രി ജോർജും ഫാമിലിയൊന്നും പുറത്തിറങ്ങാതെ വീട്ടിൽ തന്നെ ഇരിക്കുന്ന സമയം. എന്തെന്നാൽ എപ്പോഴായാലും തങ്ങൾക്കിട്ട് പണി വരും എന്നൊരു കാര്യം ജോർജിന് നന്നായി അറിയാമായിരുന്നു. എന്നാൽ അതേ സമയം തന്നെ വീട്ടിൽ വെച്ച് ഇഷയ്ക്കാണെങ്കിൽ പ്രസവ വേദന വരികയാണ്. ആ കാര്യം ജോർജിന്റെ ഭാര്യയാണെങ്കിൽ ജോർജിനോട് വന്ന് പറയുന്നു. ഇഷയെ എത്രയും വേഗം ഹോസ്പിറ്റലിൽ എത്തിക്കണമെന്ന് പറയുമ്പോൾ ജോർജ് ആണെങ്കിൽ നമുക്ക് ഡോക്ടറിനെ ഇങ്ങോട്ട് വിളിക്കാമെന്ന് പറഞ്ഞ് ഡോക്ടറിനെയും വിളിച്ചു വരുത്തും. എന്നാൽ കുറച്ചു കഴിഞ്ഞതും അവിടെ പവർ കട്ടാവുകയാണ്.
അതെന്തെന്നാൽ സൈറസും റസലും കൂട്ടരുമൊക്കെ അവരുടെ വീടിനുള്ളിൽ കടക്കുന്നതിന് മുൻപായിട്ട് പവർ കട്ട് ചെയ്തതാണ്. എന്നിട്ട് അവരെല്ലാവരും വീടിനുള്ളിലേക്കും പ്രവേശിക്കുന്നു. ഒരുപാട് പേരുണ്ടായിരുന്നു. അങ്ങനെ അവിടെ വെച്ച് വലിയൊരു ഫൈറ്റ് നടക്കും. ഒടുവിൽ ജോർജിനും മാർക്കോയ്ക്കും അവരുടെ മുന്നിൽ കീഴടങ്ങേണ്ടി വന്നു. ആ ഒരു കുടുംബത്തിലുള്ള കുഞ്ഞു കുട്ടികളെ വരെ അവർ ക്രൂരമായി കൊന്നുകളഞ്ഞു. നമുക്കാർക്കും കണ്ടാൽ സഹിക്കാൻ പറ്റാത്ത വിധമാണ് കുഞ്ഞു കുട്ടികളെ വരെ റസലും സൈറസും ചേർന്ന് കൊന്നുകളയുന്നതും. മാർക്കോയെയും ജോർജിനെയും അനങ്ങാൻ പറ്റാത്ത വിധം ഉപദ്രവിച്ച് അവിടെ ഇരുത്തിയിരുന്നു. മാർക്കോയുടെ കൺമുന്നിൽ വെച്ച് മാർക്കോയുടെ കാമുകിയെയും അവർ കൊലപ്പെടുത്തി. എല്ലാവരെയും ക്രൂരമായി കൊന്നുകളഞ്ഞു. ഇഷയെ പ്രസവമെടുക്കാൻ വന്ന ഡോക്ടറിനെയും നഴ്സിനെയും വരെ കൊന്നുകളഞ്ഞു. ഇഷ പ്രസവിച്ച കുഞ്ഞിനെയും എടുത്ത് സൈറസ് താഴേക്ക് വന്നിട്ട് കൊല്ലാൻ എല്ലാവർക്കും എളുപ്പമാ. പക്ഷേ അതിനേക്കാൾ വലിയ വേദനയായിരിക്കണം നിനക്ക് കിട്ടേണ്ടത്. നീ ഇഞ്ചിഞ്ചായി വേദനിക്കണമെന്ന് പറഞ്ഞ് ആ ജനിച്ച കുഞ്ഞിനെയും എടുത്തുകൊണ്ടാണ് സൈറസ് അവിടെ നിന്ന് പോകുന്നതും. മാർക്കോയ്ക്കും ജോർജിനും ആ ഒരു കാഴ്ചയൊന്നും സഹിക്കാൻ പറ്റിയില്ല. കാരണം ആ ഒരു കുടുംബത്തിലുള്ള എല്ലാവരെയും അവർ ഇഞ്ചിഞ്ചായിട്ട് കൊന്നുകളഞ്ഞു. റസലും സൈറസും പോയി കഴിഞ്ഞ ഉടനെ തന്നെ ജോർജ് മാർക്കോയോട് പറയും, നിന്റെ ഓരോ ശ്വാസത്തിലും നീ അവരെ ഓർക്കണം. നിന്റെ ഓരോ പാതയിലും നീ അവരെ തേടണം. മരിച്ച് ഞാനങ്ങ് എന്റെ മക്കളടുത്തെത്തുന്ന സമയത്ത് എനിക്ക് അവരോട് പറയണം കണക്കുകളെല്ലാം മാർക്കോ വീട്ടിയെന്ന്. അത് കേട്ടതും അത്രയും നേരം കരഞ്ഞു തളർന്നിരുന്ന മാർക്കോയ്ക്കാണെങ്കിൽ ജീവൻ വെക്കുകയാണ്. പ്രതികാരം വീട്ടണം എന്ന വാശിയായി മാർക്കോയ്ക്ക്. മാർക്കോ അവിടെ നിന്നും എഴുന്നേറ്റ് തന്റെ ശരീരത്തിലുണ്ടായിരുന്ന എല്ലാ മുറിവുകളും തനിയെ സ്റ്റിച്ച് ചെയ്തു. എന്നിട്ട് പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് തന്റെ താടിയും മുടിയുമെല്ലാം ട്രിം ചെയ്ത് എവിടെയാണോ സൈറസും റസലും ഉള്ളത് അവിടേക്ക് തന്നെ പോവുകയാണ്. കുടുംബത്തിലുള്ള എല്ലാ കുഞ്ഞുങ്ങളും മരണപ്പെട്ടു കഴിഞ്ഞു. വിക്ടറിന്റെ കുഞ്ഞിനെങ്കിലും രക്ഷിക്കണമെന്നൊരു വാശി മാർക്കോയ്ക്കുണ്ടായിരുന്നു. മാർക്കോ നേരെ അവരുടെ താവളത്തിലേക്കാണ് ചെന്നത്. അവിടെ ഒരുപാട് ഗുണ്ടകളുണ്ടായിരുന്നു. എല്ലാവരെയും മാർക്കോ അടിച്ചു വീഴ്ത്തും. എങ്ങനെയാണോ അവർ മാർക്കോയുടെ കുടുംബത്തിലുള്ളവരെയൊക്കെ ക്രൂരമായി കൊന്നുകളഞ്ഞത്, അതിലും ക്രൂരമായിട്ടാണ് ഓരോരുത്തരെയും കൊന്നുകളഞ്ഞതും. റസലിനെയും വളരെ ക്രൂരമായിട്ടാണ് മാർക്കോ കൊല്ലുന്നതും. മാത്രമല്ല അവസാനം കൊന്നത് സൈറസിനെയായിരുന്നു. അവനെ ഇഞ്ചിഞ്ചായി വേദനിപ്പിച്ചാണ് മാർക്കോ കൊന്നുകളഞ്ഞതും. എന്നിട്ട് അവിടെയുണ്ടായിരുന്ന വിക്ടറിന്റെ കുഞ്ഞിനെയും എടുത്ത് മാർക്കോ അവിടെ നിന്നും പുറത്തേക്ക് വരും. മാർക്കോ ആഗ്രഹിച്ചതുപോലെ തന്നെ വിക്ടറിന്റെ കുഞ്ഞിനെയെങ്കിലും അവന് രക്ഷിക്കാനായി കഴിഞ്ഞു. അതോടുകൂടി സിനിമയുടെ കഥ അവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ നിങ്ങളുടെ അഭിപ്രായമൊക്കെ കമന്റ് ചെയ്യാൻ മറക്കരുതേ. ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.